അതിന്റെ മറ്റേ കൈ കൂടെ മുറുക്കി വല്യേച്ചി. പിടിക്ക. നീ നേടിയെന്ന് അഹങ്കരിച്ചതാടി ഞാൻ വെട്ടിയെടുത്തത്. ഇനി ഇത് കൊണ്ടുപോയി നീ പൂജ വെച്ചോ. നീ ഓർത്തു വെച്ചോ, കാഞ്ചനയുടെ മുന്നിലേ നീ ഇത്രേ ഉള്ളൂ. മാറി നിൽക്കണേ. എന്നോട് പൊറുക്കണേ മുകുന്ദേട്ട. എനിക്കിനി മരിച്ചാ മതി. എന്റെ ജീവൻ എടുക്കുന്നേമ്മേ. എനിക്കിത് കാണേണ്ടി വന്നല്ലോ മോളെ. അമ്മേ കരയാതമ്മേ. മോളെ, എന്റെ ജീവനെ മുറിച്ചു കളഞ്ഞേക്കുന്നത്. അമ്മ മരിച്ചു മോളെ. വല്യേച്ചി തകർത്ത് കളഞ്ഞു. ഓ, വല്യേച്ചിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ശ്രീദേവി ഒരു കൃമി കീടം പോലെ ചൂളി നിന്നു. ഇതിനേക്കാൾ അവളെ വേദനിപ്പിക്കാൻ വേറെ എന്താ ഉള്ളത്? ഞാനാ ഷർട്ട് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ അവള് കരുതിയത് അത് കണ്ടെനിക്ക് കോരിത്തെരിപ്പുണ്ടാവുന്ന. ശ്രീദേവിയുടെ ഹൃദയത്തിലാ വല്യേച്ചി കത്രിക കയറ്റിയത്. ആ, എനിക്ക് കഴിയാതെ പോയത് വല്യേച്ചിക്ക് കഴിഞ്ഞു. സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നെ തരം താഴ്ത്താൻ ഇവിടെ ഓരോരുത്തർ ശ്രമിക്കുമ്പോഴും കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ച് കണ്ണടച്ച് കളയുന്നതാ ഞാൻ. പക്ഷെ ഒരു പരിധി വിട്ടാ കാഞ്ചന എന്താണെന്ന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ കാഞ്ചന എന്തെങ്കിലും ചെയ്താ പലർക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഈ വീട്ടിൽ നിറങ്ങിപ്പോകുമെന്ന് വെറുതെ പറഞ്ഞതല്ല ഞാൻ. കാഞ്ചനയ്ക്ക് വാക്കും പ്രവൃത്തിയും ഒന്നേ ഉള്ളൂ. ശ്രീദേവി എതിർത്തിരുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കുമായിരുന്നു. ഇനി കല്യാണത്തിന് ഭർത്താവിന്റെ ഡ്രസ്സ് മോനെ കൊണ്ട് ധരിപ്പിക്കാൻ ശ്രീദേവിക്ക് കഴിയില്ല. കൈമുറിച്ച ഷർട്ട് വെച്ചിട്ട് അവള് ഭർത്തൃപൂജ നടത്തേണ്ടി വരും. വളരെ കാലത്തിന് ശേഷം മനസ്സൊന്ന് സന്തോഷിച്ച ദിവസം എന്ന്. എനിക്കൊരു മനസ്സുഖമൊക്കെ വേണ്ടേ കവിതേ? ആ പെണ്ണിന്റെ നിൽപ്പും ഭാവമൊക്കെ വലിച്ച് ശ്രദ്ധിച്ചിരുന്നോ? അവള് ശ്രീകുട്ടിയെ വിളിച്ചു പറയോന്ന് എനിക്കൊരു ഡൗട്ട്. പറഞ്ഞ എനിക്കെന്താ? തന്തയുടെ വിവാഹ ഡ്രസ്സും ഇട്ട് മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരണോന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. ശ്രീകുട്ടിയുടെ വായ അടപ്പിക്കാൻ അത് മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല കവിതേ. അതാ പെണ്ണിനും ശ്രീദേവിക്ക് നന്നായിട്ടറിയാം. സഞ്ജു ശ്രീകുട്ടി ഇതറിഞ്ഞ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അത് പേടിച്ച് ശ്രീദേവി തന്നെ ആ പെണ്ണിനെ തടയും. പേടിക്കേണ്ടതേ കാഞ്ചനയല്ല, ശ്രീദേവിയ. ഈ അടിയിൽ ശ്രീദേവിയുടെ അഹങ്കാരം കുറച്ച് കുറയും. മുറി വിട്ട് പുറത്തു വരാതിരുന്നവൾ മകന്റെ പ്രേരണ കൊണ്ട് സദസ്സിലേക്ക് വന്നു തുടങ്ങിയതായിരുന്നു. ഇനി ശ്രീദേവിക്ക് എങ്ങനെ വല്യേച്ചിയെ നേരിടാനാകും? ഇനി കവിത കരുക്കൾ വയ്ക്കുന്നത് കാഞ്ചനയെ മുന്നിൽ നിർത്തി വേണം. അമ്മേ, ഇതിൽ നിന്ന് രക്തമൊഴുകി വരുന്നത് പോലെ മോളെ എനിക്ക് തോന്നുന്നത്. എനിക്കിതൊരു തുണിയല്ല, ഇതിന് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ഈ ഷർട്ടിന്റെ കൈ മുറിച്ചു മാറ്റാൻ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും പറ്റുമോ? കാഞ്ചനയുടെ ഏട്ടനല്ലേ മുകുന്ദേട്ടൻ? ഞാൻ മുകുന്ദേട്ടനെ കണ്ടതിനേക്കാൾ എത്രയോ വർഷങ്ങൾ കൂടുതൽ സ്നേഹിച്ച് ജീവിച്ച കൂടപ്പിറപ്പുകളല്ലേ അവര്. ആ കൂടപ്പിറപ്പിന്റെ കൈകൾ വെട്ടിമാറ്റിയപ്പോ കാഞ്ചനയുടെ കൈകൾ വിറച്ചില്ല.
അമ്മ അമ്മ ഇങ്ങനെ കരയില്ലേ? അമ്മയ്ക്ക് അസുഖം വരും. എന്റെ മോൻ ഇതറിഞ്ഞ ആ നിമിഷം കാഞ്ചനെ മോളെ ഈ വീടിന്റെ പടിക്ക് പുറത്താവും. അവനൊരിക്കലും ഇത് സഹിക്കാനാവില്ല. ഞാൻ സഹിച്ചാലും അവൻ സഹിക്കില്ല മോളെ. അച്ഛൻ എന്നൊരു വാക്ക് അവൻ പറയുമ്പോഴുള്ള മാധുര്യം കേൾക്കണം. അവന്റെ അച്ഛനെ ദൈവം തിരിച്ചു വിളിച്ചത് കൊണ്ട് അവൻ ദൈവങ്ങളെ പോലും വെറുത്തു പോയത്. അങ്ങനെ ഒരു മകൻ ഈ അക്രമം സഹിക്കോ? ഭ്രാന്ത് പിടിച്ച് അവൻ ഈ വീട് തന്നെ തല്ലി തകർക്കും. അമ്മേ അമ്മേ അമ്മ നീ ഒന്നും പറയണ്ട. എനിക്കിനി മരിച്ചാ മതി മോളെ. എനിക്കിനി വയ്യ. എനിക്കിനി സഹിക്കാൻ വയ്യ. മുകുന്ദേട്ടാ, എന്നോട് പൊറുക്കണേ. അവള് ചതിക്കാൻ വന്നതാണെന്ന് ഞാൻ അറിയാതെ പോയി. അമ്മേ ഇതാ 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 അമ്മ ഇത് പിടിച്ചടിച്ച്. അമ്മേ അമ്മ കുറച്ചേരം കിടക്ക്. ഇങ്ങനെ കരയില്ലേ? എന്റെ ജീവനാ മോളെ അവളെടുത്തത്. ഇത് വയ്യ മോളെ. അമ്മേ അമ്മ കുറച്ചേരം കിടക്ക്. അതിങ്ങത്താ. ശരി അമ്മേ. എല്ലാ ഭാഗ്യം ഉണ്ടായിട്ടും ദൈവം അമ്മയ്ക്ക് സമ്മാനിച്ചത് എന്ത് വിധിയാ. അമ്മയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ അമ്മ അനുഭവിക്കുന്ന വേദനകളൊന്നും അറിയുന്നില്ല. ആ സങ്കടങ്ങൾ അറിയാൻ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. അമ്മയെ പോലെ എല്ലാം നെഞ്ചിലടക്കാനാ എന്റെയും വിധി. ദൈവമേ, കൂട്ടുകാരൻ വിളിക്കാണോ വീണ്ടും? അയ്യോ, ഈശ്വരാ, അദ്ദേഹം. ഹലോ, ഞാൻ സഞ്ജുവാ. എന്താ? ഞാൻ 2 തവണ അമ്മയെ വിളിച്ചു, അമ്മ കോൾ എടുക്കുന്നില്ല. ലച്ചു ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ റൂമിലാ. അമ്മയുടെ അടുത്തുനിന്ന് ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ, പിന്നെന്താ അമ്മ ഫോൺ എടുക്കാത്തത്? അമ്മയ്ക്ക് സുഖമില്ലേ? ആ, അല്ല, അമ്മ ഉറങ്ങിപ്പോയതാ. ഞാൻ മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയെ പോയി നോക്കിയിരുന്നു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. വിളിച്ചത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ സഞ്ജു, ഞാൻ റൂമിലേക്ക് പോവാം. ഗുഡ് നൈറ്റ്. അമ്മൂനോടാ ഞാൻ സംസാരിക്കുന്നത്. അമ്മയെ വിളിച്ചിട്ട് കിട്ടാതെ അവളെ വിളിച്ചതാ. ആ ഫോണിങ്ങിതാ, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. അമ്മു. ആ ചേച്ചി, പാർട്ടിയൊക്കെ കഴിഞ്ഞോ? അത് കഴിയാൻ സമയമെടുക്കും. ഞാനും സാറയും റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. പിന്നെ എന്തുണ്ട് വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖമാ. ആ, അമ്മ ഉറങ്ങി. നീ എന്താ സച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അവൻ എന്നെ വിളിച്ച് കുറെ പരാതി പറഞ്ഞു. സച്ചിയുടെ ഒറ്റ കോള് പോലും നീ എടുത്തില്ലെന്ന്. കോള് വന്നത് അറിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? സച്ചി നാളെ എത്തും, മറുപടി പറയാൻ കാത്തിരുന്നു. നിങ്ങളെപ്പോ വരും? നാളെ പകലുകൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് കരുതിയത്, പിന്നത് മാറ്റി. സച്ചി യാത്ര നേരത്തെയാക്കി. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങൾ എത്തും. എന്നാ ശരി ചേച്ചി. ഗുഡ് നൈറ്റ് അമ്മു. എന്തൊരു പെണ്ണ അമ്മു. അവന്തി കേട്ടിയാ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ എടുത്തി,
എന്റെ ഷർട്ട്, അയ്യോ എന്റെ ഷർട്ട് എവിടെ പോയി? ദൈവമേ, എന്റെ മുകുന്ദേട്ടന്റെ ഷർട്ട്, അയ്യോ ഷർട്ട് എവിടെ പോയി? അയ്യോ എന്റെ മുകുന്ദേട്ടന്റെ ഷർട്ട്. അയ്യോ ദൈവമേ, ഞാൻ എന്തേ കാണുന്നേ? കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താ അത്ഭുത? കൈകൾ വെട്ടിമാറ്റിയതെന്ന് പറയില്ലല്ലോ. ഞാൻ സ്വപ്നം കണ്ടതാണോ? മോളെ, നീ ഇത് കണ്ടോ? ഷർട്ടിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നീയാണോ മോളെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത് തുന്നി പിടിപ്പിച്ചത്? അമ്മേ, കൈകള് വെട്ടിമാറ്റിയതാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, സത്യമായിട്ടും ഇല്ല. എന്നാ ഷർട്ടിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അമ്മ വിശ്വസിച്ച മാത്രം മതി. ഇത് അമ്മ ജീവനെ പോലെ കരുതുന്ന മോന്റെ അച്ഛന്റെ ഷർട്ടാ. മോളെ, നിനക്കിതെങ്ങനെ സാധിച്ചു മോളെ? എന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ട? എന്റെ മുകുന്ദേട്ടന്റെ ഷർട്ടിന് ഒരു കേടും പറ്റിയിട്ടില്ല. വീണ്ടും ഇത് നീ എനിക്ക് തിരിച്ചു തന്നല്ലോ. ഇത് അമ്മയുടെ ജീവന. അമ്മയുടെ സങ്കടം എന്റേതുമല്ലേ. അമ്മയ്ക്കുണ്ടായ സങ്കടം മകനോട് പറയാനും പറ്റില്ല. ആ നിലയ്ക്കെല്ലാം കൂടെ നിന്ന് കണ്ടറിയുന്ന ഞാനല്ലേ അമ്മയുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അമ്മയുടെ മകന് വേണ്ടിയാ ഞാനിത് ചെയ്തെന്ന് അമ്മ കരുതിയാ മതി. എന്റെ മുത്തശ്ശിക്ക് വേണ്ടിയാ ഞാൻ കൈത്തുന്നല് പഠിച്ചത്. സൂചിയും നൂലും രാജുവേട്ടനെ വിട്ട് വാങ്ങി. എനിക്ക് വേണ്ടിയെന്നാ രാജുവേട്ടനോട് പറഞ്ഞത്. വെളുപ്പിനാ പണിയൊക്കെ കഴിഞ്ഞത്. അയൺ ചെയ്ത് അമ്മ ഉണരുമ്പോ കണി കാണാൻ ഇവിടെ കൊണ്ടുവച്ചു. തുണി വെട്ടിയും മുറിച്ചു അല്ലേ ഡ്രസ്സായിട്ട് തുന്നി എടുക്കാറ്. ഇതിനെ അമ്മ അങ്ങനെ കണ്ടാ മതി. മോളെ, നീ എനിക്ക് മകളാണെന്ന് ഞാൻ പറഞ്ഞ നിന്നെ ഞാൻ പ്രസവിക്കാതെ പോയത് കൊണ്ട് മാത്രം ആരും അത് അംഗീകരിച്ചു തരില്ല. എനിക്കൊരു മകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒരു മരുമകളാക്കി ഈ അമ്മ സ്വന്തമാക്കിയേന്. ഞാൻ എന്നെ അമ്മ ആഗ്രഹിച്ച പോലെ അമ്മയുടെ മരുമകളായി കഴിഞ്ഞു. പക്ഷെ ഒരു മരുമകൾ എന്ന സ്ഥാനത്തിന് ഞാൻ എത്ര ഓടിയാലും അമ്മയുടെ മുന്നിൽ എത്തില്ല. അതെന്റെ വിധിയാണമ്മേ. പറഞ്ഞതിൽ നേരത്തെയാണല്ലോ. രാത്രി ഇങ്ങെത്തുന്ന് പറഞ്ഞിട്ട് രാവിലെ ഇങ്ങെത്തിയോ? നീ ബാഗിൽ ഇറക്കി വെക്ക്. സച്ചി വന്നു രാജു. നിങ്ങളാ ലേറ്റ് ആയത്. സച്ചി വന്നിട്ട് കുറെ സമയമായല്ലോ. ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞിട്ട് രാവിലെയല്ല നിങ്ങൾ എത്തിയത്. അവനെപ്പോഴാ എത്തിയേ? 6:30 മണിയാവും. കുളി കഴിഞ്ഞപ്പോഴേ കയറി കിടന്ന് ഉറങ്ങുക. ചേട്ടാ ഒന്ന് ഡിക്കി തുറക്കൂ. ഇപ്പൊ തുറക്കാം. സഞ്ജു, സഞ്ജു പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആയല്ലോ. എന്താ? നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ അവന്തിക അടുത്ത് എന്നെ വിളിച്ചിരുന്നു. എന്തിന്? സച്ചിയും കൂട്ടി അവന്റെ വീട് വരെ ചെല്ലണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അവര് സച്ചിയെ കണ്ടിട്ട് കുറെ കാലമായില്ലേ. മുംബൈയിലെ മീറ്റിംഗും കഴിഞ്ഞിട്ട് വീട്ടിലും പോയില്ല. അതാവും വിളിച്ചത്. അവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞ് വിളിച്ച സച്ചി വരില്ല. അവനും വീട്ടുകാരും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. എന്താ സഞ്ജുവിന്റെ തീരുമാനം? കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? അവനെ വീട്ടിൽ കൊണ്ടു ചെല്ലാന്ന് അവന്തിക അടുത്തേക്ക് ഞാൻ വാക്ക് കൊടുത്തു. എന്നാ സച്ചിയോടൊന്നും പറയണ്ട. സഞ്ജു മറ്റെന്തെങ്കിലും പറഞ്ഞ് സച്ചി കൂട്ടിക്കൊണ്ട് ചെല്ല്.
വീട്ടുകാരുമായി സച്ചി രമ്യതയിലാവേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാ. അത് സഞ്ജുവിനറിയാലോ. അമ്മേ. മോനോ, നീയപ്പ എത്തിയേ? എപ്പോഴാ വന്നേ? ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ അമ്മേ. നേരെ അമ്മയെ കാണാൻ വന്നതാ. അല്ല, അമ്മ ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. എന്താമ്മേ, പഴയ അസുഖം വന്നോ? എടാ, ഒക്കെ നിന്റെ തോന്നല. എനിക്കൊരു അസുഖമില്ല. അമ്മ എന്നോടാണോ പറയുന്നത്? ഞങ്ങൾ പോയതിനെ പറ്റി ഇവിടെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ആരും അതേപ്പറ്റി ഇവിടെ സംസാരിച്ചതേ ഇല്ല. നിന്റെ ഓരോ സംശയങ്ങളാ. ആ ദാ, അമ്മു വന്നല്ലോ. നീ അവളോട് ചോദിക്ക്. കേട്ടോ, ഇന്നലെ എനിക്കെന്തോ വലിയ സങ്കടം ഉണ്ടായെന്ന എന്റെ മുഖലക്ഷണം കണ്ട് എന്റെ മോൻ പറയുന്നത്. നീ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മോ. ഇന്നലെ അമ്മയും വല്യപ്പച്ചയായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായാമോ? അങ്ങനെ എന്തുണ്ടാവാനാ? സന്ധ്യയ്ക്ക് അമ്മ എന്നോട് തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ബാം പുരട്ടി കൊടുത്തു. ഞാൻ അത്ര മണ്ടനല്ലെന്ന് രണ്ടുപേരും മനസ്സിലാക്കിയാ നല്ലത്. ഇത് അച്ഛന്റെ വിവാഹ ഷർട്ടല്ലേ? ഇതെന്തിനാ പുറത്തെടുത്ത് വെച്ച്? അത് ഞാൻ അമ്മൂനെ കാണിക്കാൻ എടുത്തതാ മോനെ. എടുത്ത നിലയ്ക്ക് ഒന്ന് കഴുകി ഉണക്കി പെട്ടിയിൽ വെക്കാന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോ അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ള തോന്നലാമേ. വിവാഹത്തിന് ഇതേനെ എനിക്ക് ധരിക്കണമേ. ഇനി അത് വേണ്ട മോനെ. എൻഗേജ്മെന്റിനും അച്ഛന്റെ ഷർട്ടല്ലേ നീട്ടത്. വിവാഹ ഡ്രസ് പുതിയത് മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. തേച്ച് മടക്കി വയ്ക്കുക. ശരിയമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. സച്ചി നല്ല ഉറക്കത്തിലാ. അവനെയും കൂട്ടി രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മോഞ്ചല്ലേ. മോളെ, ഷർട്ടിന്റെ കൈ തൊന്നി പിടിപ്പിച്ചത് അവൻ കണ്ടതുകൂടിയില്ല. എനിക്കിതെപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ. നിനക്കിതെങ്ങനെ സാധിച്ചു? എന്താ മോളെ ഞാൻ നിനക്ക് തരേണ്ടത്? അമ്മേ, ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരുന്ന മാത്രം മതി. നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ലമ്മേ. നീ എന്റെ മോളാ.